വർഷങ്ങളോളം ഒരുമിച്ചുണ്ടായിരുന്ന രണ്ടുപേര്, അതിൽ രണ്ടിലൊരാൾ പിരിഞ്ഞു പോയി, അയാളെ മറക്കണം. എങ്ങനെ മറക്കും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അവർക്കായിട്ട് മാത്രമാണ് ഈ വീഡിയോ. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് നമ്മളോടൊപ്പം ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരാളങ്ങ് പോകുമ്പോണ്ടല്ലോ നമ്മൾ തകർന്നു. പക്ഷെ കൃത്യമായ വഴികൾ അതിൽ നിന്ന് എസ്കേപ്പ് ആകാനുമുണ്ട്. ഒന്നാമത് ലെറ്റിംഗ് ഗോ സ്റ്റേജാണ്. അത് പറഞ്ഞ പോലെ അങ്ങ് വിട്ടുകളയാൻ ശ്രമിക്കണം. പറ്റത്തില്ല, കരയണം, നെഞ്ചത്തടിച്ച് നിലവിളിക്കണം. 1, 2, 3 ദിവസങ്ങൾ ഇരുന്ന് കരയണം. സാഡ് സോങ്സ് കേൾക്കണം. ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന മൂവീസ് കാണണം. നിങ്ങൾ പരമാവധി സങ്കടപ്പെടണം 3 ദിവസം. 3-ാമത്തെ ദിവസമാണ് 2-ാമത്തെ ട്രിക്ക്. നിങ്ങളിത് കംപ്ലീറ്റ് എഴുതണം. ഒരു പേപ്പറിലോ ഡയറിയിലോ ഒക്കെ അങ്ങോട്ട് എഴുതിയിട്ട് അങ്ങ് കത്തിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ ഇതിനെക്കുറിച്ച് പറയണം. അതിനെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും? പറയണം. എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ പറയണം. ഒരു തെറാപ്പിയാണ്, ഒരു ടെക്നിക്കാണ്. 3-ാമത്തത് ദ റീസൺ ലിസ്റ്റ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത് എന്നതിന്റെ റീസൺസ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. നമ്മുടെ മനസ്സിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്, നമുക്കൊരു കാര്യം തിരിച്ചറിയാനായാൽ, ഇത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ തിരിച്ചറിയാനായാൽ നമുക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ നമ്മളെ എസ്കേപ്പ് ചെയ്യിപ്പിച്ചോളാം. ഇന്നതായിരുന്നു കാരണങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ പിരിഞ്ഞത് എന്ന് നിങ്ങൾ ഹെൽത്തി ആയിട്ട് മനസ്സിലാക്കണം. അവളെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, അവളെ അതും പറയണ്ട. പകരം നിങ്ങളത് മനസ്സിലാക്കണം, ഇന്നതായിരുന്നു റീസൺ. 4-ാമത്തത് സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കണം, ദ ഡ്രീം ലിസ്റ്റ്. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കാതെ നിങ്ങളുടെ ഡ്രീംസിന്റെ ലിസ്റ്റ് എഴുതുക. കുറെ നാളായിട്ട് പെൻഡിങ് കിടന്ന കുറെ ലിസ്റ്റ് കാണുമല്ലോ, ഇന്നത് ചെയ്യണമായിരുന്നു, അത് ചെയ്യണമായിരുന്നു, ഇത് ചെയ്യണമായിരുന്നു, ഇതെല്ലാം ചെയ്യണം. അപ്പൊ ഡ്രീം ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് 5-ാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തത് ഡിലീറ്റ് ആൻഡ് ഡിറ്റാച്ച് ആണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഈ അതുവരെ ഉണ്ടായിരുന്ന കുറെ ഫോട്ടോസ് അത് തോന്നുകയാണെങ്കിൽ മതി. പലർക്കും ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്നൊന്നും തോന്നാറില്ല. അങ്ങനെ പിന്നെയും സ്ട്രോങ് ആയിട്ട് മനസ്സിനകത്തേക്ക് ഈ വ്യക്തി തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോണിൽ കിടക്കുന്ന ഫോട്ടോകളൊക്കെ ഡിലീറ്റ് ചെയ്യുക. ഡിറ്റാച്ച് ആകാൻ പരമാവധി ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് ചെയ്യുക. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര മനോവിഷമം ഉണ്ടാവും, പക്ഷെ പതിയെ അത് ശരിയായിക്കോളൂന്നേ. ഇതിന് സത്യം പറഞ്ഞാൽ സയൻസ് പറയുന്ന ഒരു 13 ദിവസമൊക്കെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്കൊരു മനുഷ്യനിൽ നിന്ന് ഡിറ്റാച്ച് ആയി തുടങ്ങാൻ പറ്റുമെന്നാണ്. ചിലപ്പോൾ 1 മാസം എടുത്തേക്കാം. ഡിറ്റാച്ച് ആകണമെങ്കിൽ അത് നിങ്ങൾ തീരുമാനിച്ചാൽ പറ്റും. 6-ാമത്തത് ലാസ്റ്റ് പോയിന്റ്, ഇതുവരെയും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ഈ മാസം ഇത്രാം തീയതിക്ക് അപ്പുറത്തേക്ക് ഈ മനുഷ്യൻ എന്റെ ലൈഫിൽ ഇല്ല, അല്ലെങ്കിൽ ഈ സ്ത്രീ എന്റെ കൂടെ ഉണ്ടാവില്ല. എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇറക്കി കളയാം. അവരോട് വഴക്കിന് പോകണ്ട, അവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, അവരോട് വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് തുടരുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാം. ഇങ്ങനെ ഒരാൾ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ആ ഡെഡ് ലൈൻ ഡേറ്റിനപ്പുറത്തേക്ക് പിന്നെ അയാളെ അല്ലെങ്കിൽ അവളെ ഹൃദയത്തിനകത്ത് കൊണ്ടുവരിക. ശ്രമിച്ചു നോക്കൂ. സയൻസ് പറയുന്ന കാര്യങ്ങളാണ്. ഞാനത് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷെ 2 മനുഷ്യർ പിരിഞ്ഞു പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. എപ്പോഴും മനുഷ്യർ ഒരുമിച്ച് ഉണ്ടാവണമല്ലോ. ശരി, നിങ്ങൾക്ക് ഇത് ആർക്ക് അയച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു അവർക്ക് ഇത് അയച്ചു കൊടുക്കും. ഒപ്പം ഷെയർ ചെയ്യൂ. എന്നിട്ട് ഇങ്ങനെ കയറി ഫോളോ ചെയ്ത് വായോ. വരട്ടെ പ്രകാശം.